അപ്പം നിങ്ങളുടെ ഇമോഷണൽ തോട്ട്സുകളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ബുദ്ധി കാണാൻ സാധിക്കും. ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുക എന്ന് പറയുന്ന പോലെ ഈ പുറത്തുള്ള കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ക്യാമറ കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന ചിന്തകളെ മുഴുവൻ കാണുകയാണ്. അപ്പം നിങ്ങൾക്കത് നിരീക്ഷിക്കാനുള്ളൊരു കഴിവുണ്ട്. എല്ലാവരും അറിയുന്നുണ്ട്, പക്ഷേ അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇനി എന്തു വേണം? അതിൽ നിന്ന് പുറത്ത് കടക്കണം. ഇനി നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ വേണ്ട വിധത്തിൽ ഒന്ന് പാകപ്പെടുത്തി കഴിഞ്ഞാൽ, ഒന്നതിനെ ദൃഢപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സകല മനോവിഷമത്തിൽ നിന്നും ഈസിയായിട്ട് പുറത്ത് കിടക്കാം. ജ്ഞാനപ്ലവേനേവ വ്രജനം സന്തരിഷ്യസി. നിങ്ങൾക്ക് ജ്ഞാനമാകുന്ന ബോട്ടിൽ കയറിക്കൊണ്ട് നിങ്ങളുടെ ദുഃഖ ദുരിത വിഷമങ്ങളിൽ നിന്നും പുറത്ത് കിടക്കാം. അപ്പം ആ ഒരു ശക്തി അത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കണം. അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. കണ്ടെത്തുക പറഞ്ഞാൽ യു ക്യാൻ ഡെവലപ്പ് ഇറ്റ്. നിങ്ങളുടെ ഉള്ളിൽ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ആ ശക്തിയെ ഡെവലപ്പ് ചെയ്യാത്ത ആളുകൾക്കാണ് അവരെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ സുപ്പീരിയറായിട്ട് ഇൻഫ്ലുവൻഷ്യലായിട്ട് അവരെ വളരെയധികം സ്വാധീനിക്കുന്നതും അവരുടെ ജീവിതത്തെ വളരെയധികം തകർക്കുന്നതും. നിങ്ങൾ ചെടികളൊക്കെ വളർത്തുന്ന ആളുകൾക്ക് മനസ്സിലാവും, ചെടികളിൽ എന്തെങ്കിലും മഞ്ഞളിപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങളതിന് വേണ്ട പ്രതിവിധി ചെയ്തിട്ടില്ലെങ്കിൽ ആ മഞ്ഞളിപ്പ് കൂടിക്കൂടി ആ ചെടി നശിച്ചു. ഇതുപോലെ തന്നെ നിങ്ങൾ കാണും പല ഫംഗൽ ഇൻഫെക്ഷൻ വന്ന ചെടികളുടെ കമ്പുകൾ ഉണങ്ങിപ്പോകുന്നു. അപ്പം അതിന് ഈ തുരിശ് എന്നൊക്കെ പറയുന്ന സാധനം അടിച്ച് മാറ്റിയെടുക്കുന്ന പോലെ നിങ്ങൾ ഈ മനസ്സിൽ വരുന്ന ഇത്തരത്തിലുള്ള വൈറസ് ചിന്തകൾ, അതായത് അനാവശ്യമായ ചിന്തകൾ, ഇത് നമ്മുടെ ജീവിതം ഉണക്കിക്കളയുന്ന നമ്മളാരും അറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അനാവശ്യമായ ചിന്തകളുണ്ട്, ഉറപ്പാണ്. ചിന്തിക്കരുതെന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ചിന്തകളുണ്ട്. ഈ ചിന്തകളിൽ നിന്നും കരകയറണം. അതാണ് പാപത്തിൽ നിന്നുള്ള മുക്തി. പാപത്തിൽ നിന്നും പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനിയെ നമ്മൾ മാറ്റണം. അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റണം. ഡെസ്റ്റിനി മാറ്റണമെങ്കിൽ നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഡെസ്റ്റിനിയിൽ കിടന്ന് കറങ്ങും. നിങ്ങൾക്ക് വിധി വേണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വഴി വേണോ? ഒരു ഡെസ്റ്റിനേഷൻ വേണോ? വഴിയുള്ളവർക്ക് വിധി തടസ്സമല്ല. വഴിയില്ലാതെ പോകുന്നവർക്കാണ് ഡെസ്റ്റിനി പറയുന്ന വഴിയിലൂടെ പോണ്ടി വരിക. നിങ്ങൾ നോക്കൂ, പാടത്ത് വെള്ളം നിറയും മഴക്കാലത്ത്. നിങ്ങളതിന് പോവാൻ വരമ്പുകളിലൂടെ ഈ പല കൃഷിക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ വയലുകൾക്കിടയിൽ ഈ വെള്ളത്തിന് പോകാനുള്ള ചാൽ